കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ വോട്ട് വെട്ടി എന്ന കോൺഗ്രസ് വാദം പൊളിയുകയാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല. എന്നാൽ 2020 വോട്ട് ചെയ്തു എന്നാണ് VM വിനു ആവർത്തിക്കുന്നത്. അതേസമയം 2024 തെരഞ്ഞെടുപ്പിൽ VM വിനുവും ഭാര്യയും വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ മത്സരിച്ചിരുന്നത് രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ. സിനോജ് തോമസ് ചേരുകയാണ്. സിനോജ്, വിനുവിന് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? വിനുവിന്റെ വാദം എന്താണ്? 2020 അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ യഥാർത്ഥം? ദിനേശിന് വിനുവിന്റെ ഭാവി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണുള്ളത്. കാരണം പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പരാതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 വോട്ട് ചെയ്തു എന്ന് ആവർത്തിച്ച് പറയുകയാണ് വിനു. മലാപ്പറമ്പ് വാർഡിലെ സിവിൽ സ്റ്റേഷൻ സമയത്ത് സ്കൂളിൽ പോയി വോട്ട് ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ CPM പറയുന്നു, രേഖകൾ നിരത്തിക്കൊണ്ടാണ് പറയുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനുവിന് വോട്ടില്ല, വോട്ടർ പട്ടിക നിരത്തിക്കൊണ്ടാണ് അവർ തെളിവുകൾ സഹിതം പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് വോട്ടർ പട്ടിക ഞങ്ങളുടെ കയ്യിലില്ല തെളിവ് കാണിക്കാൻ വേണ്ടി. പക്ഷേ വിനു മാത്രം മതി അതിന് സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ. വിനു വോട്ട് ചെയ്ത ആൾ തന്നെ പറയുന്നു വോട്ട് ചെയ്തു എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർക്ക് രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2020 വോട്ടർ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ വിനുവിന്റെ പേരുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയും. ഏതായാലും റിട്ടേണിംഗ് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി തന്നെ വിനു കളക്ടറെ കണ്ട് പരാതി പറഞ്ഞിരുന്നു. ആ സമയത്ത് കളക്ടർ അറിയിച്ചത് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി നൽകുമെന്നാണ് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7 മണിക്ക് അദ്ദേഹം കല്ലായി മത്സരിക്കുന്ന വാർഡിൽ പ്രചാരണത്തിനിറങ്ങിയത്. പ്രചാരണം നടത്തുന്നതിനിടയിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത്. ഉടനെ തന്നെ അദ്ദേഹം DCC ഓഫീസിലേക്ക് എത്തുന്നു, പെട്ടെന്ന് കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അതിനുശേഷമാണ് പുറത്തിറങ്ങിയ ശേഷം അത് ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. 2020 താൻ വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അല്പസമയം മുൻപ് സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? 2020 വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു തിരിച്ചടിയാകുമോ? പക്ഷേ 2024 വോട്ട് ചെയ്തിട്ടുമുണ്ട്. വിനീഷ്, അത് ധാരാളം ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് അറിയാത്തൊരു കാര്യമുണ്ട്, അറിവില്ലാത്ത കാര്യമുണ്ട്. അതായത് 2 വോട്ടർ പട്ടികയാണുള്ളത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാത്രമായിട്ട് സംസ്ഥാനത്തിന് ഒരു വോട്ടർ പട്ടികയുണ്ട്. ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഈ 2024 ചെയ്തെന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഒരു വോട്ടർ പട്ടികയാണ്. അങ്ങനെ 2 വോട്ടർ പട്ടികയാണുള്ളത്. അതിൽ 2024 വോട്ട് ചെയ്തു എന്ന് കരുതിക്കൊണ്ട്, ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് കരുതിക്കൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് കേരളത്തിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ജൂൺ മാസം മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ സമയം നൽകിയിരുന്നു. കരട് വോട്ടർ പട്ടിക ഇറക്കിയിരുന്നു. പലതവണ പേര് ചേർക്കാനും വെട്ടാനും തിരുത്താനൊക്കെ തന്നെ കമ്മീഷൻ സമയപരിധി നൽകിയിരുന്നു. ആ സമയത്തിനുള്ളിൽ പേര് ഉണ്ടോ എന്ന് പരിശോധിച്ച് വോട്ട് ചേർക്കേണ്ട ഉത്തരവാദിത്വം വോട്ടർക്ക് കൂടിയുണ്ട്. അത് വോട്ടറിന്റെ കൂടെ ഉത്തരവാദിത്വമാണ്. വോട്ട് പൗരാവകാശമാണെന്ന് പറയുമ്പോഴും വോട്ട് ചേർക്കാനും അത് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കടമയും വോട്ടറുടെ കൂടിയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ജില്ലാ കളക്ടർ പറഞ്ഞത് ഇനി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു തരാം, വോട്ട് ചേർക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് ഇന്നലെ കളക്ടർ അങ്ങനെ വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ 2020 വോട്ടർ പട്ടികയിലും പേരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യചിഹ്നം അവിടെ അവശേഷിക്കുന്നു. നിയമപ്രശ്നങ്ങൾ വരും. 2020 തെരഞ്ഞെടുപ്പിൽ പോലും വോട്ടില്ലാത്ത ഒരാൾക്ക് വീണ്ടും ഇത്തരത്തിൽ ഈ സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അനുമതി കമ്മീഷൻ നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും LDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇടതുമുന്നണിയും ചിലപ്പോൾ കോടതിയെ സമീപിക്കാനും നിയമ നടപടി നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ ഒരു നിർണായകമായ തീരുമാനമെടുക്കേണ്ടത്. റിട്ടേണിംഗ് ഓഫീസറോട് ഇന്ന് തന്നെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജില്ലാ വരണാധികാരി കൂടിയ ജില്ലാ കളക്ടർ ഒരു തീരുമാനമെടുക്കുക. ഏതായാലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി വിനുവാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വിനു പര്യടനവും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തന്നെ തുടരുകയാണ്. പകരം ഒരു സ്ഥാനാർത്ഥി ഒന്നും തന്നെ അതിനെക്കുറിച്ച് പോലും കോൺഗ്രസ് ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റാം അല്ലെങ്കിൽ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പും UDF ക്യാമ്പും മുന്നോട്ട് പോകുന്നത്. പക്ഷേ LDF നേതൃത്വം ഇന്ന് കളക്ടറെ കണ്ട് പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ കളക്ടർക്ക് ഈ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഒരു തീരുമാനമൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ റിട്ടേണിംഗ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഇത് വലിയ ഒരു നിയമക്കുരുക്കിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 2020 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ഒരാൾക്ക് ഇത്തവണ സമയപരിധി കഴിഞ്ഞിട്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ തന്നെ കോടതി പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെയാണ് ഇനി വിനുവിന്റെ ഭാവി ഇരിക്കുന്നത്. വിനേഷ്.
അനിശ്ചിതത്വമാണ് അവിടെയും തുടരുന്നത്. ഏതായാലും വി എം വിനുവിന് ഇത്തവണ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. വി എം വിനുവിന് മുന്നിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥിയായി വന്ന ഒരു ആളാണ്. പക്ഷേ 2020 അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ 2020 വോട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് തരത്തിലാണ് ഈ വോട്ടർ പട്ടിക എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ എന്താകും, അന്തിമ തീരുമാനം എന്താകും എന്നതറിയാനുള്ളൊരു കാത്തിരിപ്പാണ് ഇനി ബാക്കിയാകുന്നത്. സിനോജാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്